ഹലോ ഗായ്സ്, ഇന്ന് എനിക്ക് ലൈഫിൽ കിട്ടിയ റിജക്ഷൻസിനെ കുറിച്ച് സംസാരിക്കാൻ പറ്റും. വേറൊന്നുമല്ല കേട്ടോ, ലൈഫിൽ കിട്ടിയ വിസ റിജക്ഷൻസ്. 2019 എൻ്റെ ഫസ്റ്റ് വിസ റിജക്ഷൻ. അത് പോളണ്ടിലേക്കുള്ളതായിരുന്നു. BSc മാത്സ് പാസ്സായ ഞാൻ എന്തുകൊണ്ട് മാർക്കറ്റിംഗ് എടുക്കുന്നു എന്ന് പറഞ്ഞായിരുന്നു വിസ ഓഫീസർ റിജക്റ്റ് ചെയ്തത്. സെക്കൻഡ് തിങ്, 2020 ജാനിൽ ന്യൂസിലാൻഡിലോട്ടുള്ള വിസ ആയിരുന്നു. ഇത് രണ്ടും റിജക്ഷൻസ് കിട്ടിയിട്ട് എനിക്ക് പുറത്തു പോലും ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. പക്ഷേ വിത്തിൻ 1 month എനിക്ക് ബാങ്ക് ലോൺ അപ്രൂവായി. അന്ന് വരെ ഞാൻ കുറേ ബാങ്കുകളിൽ കയറി നടക്കുമായിരുന്നു ഒരു എഡ്യൂക്കേഷൻ ലോൺ കിട്ടാൻ. പക്ഷെ അന്ന് വരെ എനിക്ക് കിട്ടാത്ത ലോൺ SBIയിൽ നിന്ന് 25 lakhs അപ്രൂവായി. സോ ഇതിൽ നിന്നൊക്കെ എന്താ പഠിക്കുന്നത്? റൈറ്റ് ടൈം വരുമ്പോൾ നമുക്കെല്ലാം നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ എത്തിപ്പെടും. സോ എന്തെങ്കിലുമൊക്കെ നമ്മൾ പ്രാർത്ഥിച്ചിട്ടുള്ള അബ്രോഡ് പോയി സെറ്റിൽ ആവണം എന്നുള്ള കുട്ടികൾ കീപ് ട്രൈയിങ്. എത്ര റിജക്ഷൻസ് വന്നാലും ലൈഫിൽ തളരാതിരിക്കണം. ജസ്റ്റ് ട്രൈ ഇറ്റ്. അത് നിങ്ങൾ ഭയങ്കര അടിപൊളിയായിട്ട് പഠിക്കുന്ന കുട്ടികളാണെങ്കിലും അല്ലെങ്കിൽ എന്നെപ്പോലെ ജസ്റ്റ് ആവറേജ് പഠിക്കുന്ന കുട്ടികളാണെങ്കിലും നിങ്ങൾക്കൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ നന്നായിട്ട് ട്രൈ ചെയ്യുക. ഇന്ന് ഞാൻ ന്യൂസിലാൻഡിൽ ഹാപ്പിയാണ്. അത് പക്ഷേ സ്പൗസ് വിസയിൽ വന്നതാണ് കേട്ടോ. പക്ഷേ കാനഡയിൽ ഞാൻ എൻ്റെ എഫേർട്ട് കൊണ്ടുപോയതാണ്. അവിടെ നിന്ന് എനിക്ക് പോയതുകൊണ്ട് തന്നെ കുറേ കാര്യങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. സോ ജസ്റ്റ് ട്രൈ. ഡ്രീം ചെയ്താൽ അത് അച്ചീവ് ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ. പിന്നൊരു അഡ്വൈസാണ്, ഏതൊരു കൺട്രിയിൽ പോയാലും നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പർപ്പസ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അത് നമ്മൾ എപ്പോൾ വെക്കുമ്പോഴും ആ കൺട്രിയിൽ നിന്ന് നമ്മൾ തിരിച്ചു വരുമെന്ന് അവർക്ക് മേക്ക് ഷുവർ ചെയ്യണം. ഈ ഒരു കാര്യത്തിനായിരിക്കും മിക്ക കുട്ടികൾക്കും റിജക്ഷൻസ് വരുന്നത്. ഒരു സ്ട്രോങ് ആയിട്ടുള്ള SOP ഇല്ലെങ്കിൽ നമുക്ക് റിജക്ഷൻസ് വരുന്ന വഴി നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ SOPയിൽ നന്നായിട്ട് വർക്ക് ചെയ്യുക. അത് മാത്രമാണ് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ട കാര്യം. പിന്നെയുള്ള കാര്യങ്ങൾ വഴിയേ പറയാം. ബൈ.